ബഡ്ജറ്റ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മലയാളികളുടെ മനസ്സിൽ സിനോണിമസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപോലെ ഇങ്ങനെ ടക്കനെ വരുന്ന ഒരു പേരാണ് ശ്രീ ഗോകുലം മൂവീസ്. സോ ഇത്തവണയും മിറായി നമ്മളുടെ കേരളത്തിലേക്ക് നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. സോ ശ്രീ ഗോകുലം മൂവീസിന്റെ ബിഹാഫിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ഡ്രീം ബിഗ് മൂവീസിൽ നിന്നും സുജിത് സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. വി വുഡ് ലവ് ടു എക്സ്റ്റെൻഡ് അവർ ഹാർട്ട്ഫെൽറ്റ് വെൽക്കം ടു യു സർ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. ഫാന്റസി ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നമുക്ക് ഓൾറെഡി അറിയാം കാർത്തിക് ഘട്ടമനേനിയുടെ സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ ചിത്രീകരണത്തിൽ വരുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു പടമാണ്. അതിന്റെ ട്രെയിലർ ലാക്സ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. And of course, talking about Teja Sajal, ഇതിന്റെ ഹനുമാൻ എന്ന് പറയുന്ന ചിത്രം നമ്മുടെ തെലുങ്കിലെ the highest grossing movie ആയിരുന്നു in 2024. And also നമ്മളുടെ തെലുങ്ക് ചിത്രങ്ങളിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിലെ തന്നെ the 9th highest grossing തെലുങ്ക് മൂവിയുമായിരുന്നു ഹനുമാൻ. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ജോണറിൽ തന്നെ വീണ്ടും നമ്മളെല്ലാവരും വിസ്മയിപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അതിശയം പകരാനുള്ള ഒരു പുതിയ ചിത്രവുമായിട്ട് എത്തിയിരിക്കുകയാണ് The Mirai. And of course മിറായിയുടെ ഈ ഒരു വമ്പൻ കാസ്റ്റിന്റെ ഭാഗമായി ഋതിക നായക്, ശ്രേയ ശരൺ, മനോജ് മഞ്ജു, ജഗപതി ബാബു തുടങ്ങിയ നമ്മുടെ ഉഗ്രൻ ആക്ടേഴ്സിനൊപ്പം അല്ലെങ്കിൽ അവരെ കൂടാതെ ഒരു വളരെ ശക്തമായ കഥാപാത്രമായി നമ്മളുടെ സ്വന്തം ജയറാമേട്ടനും എത്തുന്നുണ്ട്. ആൻഡ് ഹി ഹാവ് ഓൾസോ ജോയിൻഡ് വിത്ത് us today for the promotions. ആൻഡ് ഈ ഒരു ചിത്രം നമ്മൾക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യയിൽ ഒരുപാടധികം ബിഗ് ബഡ്ജറ്റ് മൂവീസ് വരാറുണ്ട്. ഒരുപാട് വളരെ രസകരമായിട്ടുള്ള ഫാന്റസി മൂവീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് ബിഗ് ബഡ്ജറ്റ് മൂവീസ് ലൈനപ്പ് ചെയ്തിരിക്കുന്ന പ്രഭാസ് സാറിന്റെ രാജാ സാബ് പോലെയുള്ള ഒരുപാടധികം ചിത്രങ്ങൾ ലൈനപ്പ് ചെയ്തിരിക്കുന്ന പീപ്പിൾ മീഡിയ ഫാക്ടറിയാണ് മിറായി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അമേസിംഗ് പ്രൊഡ്യൂസേഴ്സ് ശ്രീ വിശ്വപ്രസാദ് സർ, അദ്ദേഹം നമുക്കിന്ന് എത്തിയിട്ടില്ല. അദ്ദേഹം ഹിസ് വെരി പാഷനേറ്റ് പേഴ്സൺ, ഹൈലി പാഷനേറ്റ് അബൌട്ട് മേക്കിംഗ് മൂവീസ്. ആൻഡ് കൃതി പ്രസാദ്, ഷീ ഈസ് ഓൾസോ നോട്ട് ഹിയർ വിത്ത് us, but let us all acknowledge their presence. ആൻഡ് ഇനി ഒരുപാട് കാര്യങ്ങൾ മിറായിനെ പറ്റി ചോദിക്കാനും അറിയാനും പറയാനും ഒക്കെ നമുക്ക് ഉണ്ടാകും. സോ മിറായി സൂപ്പർ യോധ, മിറായി സൂപ്പർ യോധ ഇനി അടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 12 നമ്മളുടെ അടുക്കിലേക്ക് എത്തുന്നതാണ്, തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. സോ ഈ റിലീസിനെ പറ്റി കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ ഗോകുലം മൂവീസിന്റെ ബിഹാഫിൽ ദ ഗ്രേറ്റ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ഡ്രീം ബുക്ക് മൂവീസിൽ നിന്നും ശ്രീ സുജിത് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ കൈൻഡ്ലി ജോയിൻ വിത്ത് us. Hi, good evening all. First of all, let me welcome Teja Sajal to this wonderful evening at Kochi. And on behalf of Sri Gokulam Movies and on behalf of Gokulan sir, actually he was supposed to be here, but due to some unforeseen circumstances he cannot be here. So I invite Teja Sajal to this wonderful evening through the press meet to interact with the media in Kochi. And secondly, നമ്മുടെ സ്വന്തം ജയറാമേട്ടനെ ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഗോകുലം മൂവീസിൻ്റെ കുടുംബത്തിലെ അംഗം തന്നെയാണ് അദ്ദേഹം, അതുകൊണ്ട് പ്രത്യേകിച്ച് സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല. നൗ ഈസ് കമ്മിങ് ഫ്രം അവർ ഓൺ പ്രൊഡക്ഷൻ വിച്ച് ഇസ് ഹാപ്പനിങ്. സോ താങ്ക് യു ജയറാമേട്ട, ഈ സമയം കണ്ടെത്തി ഇവിടെ എത്താൻ പറ്റിയതിന്. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും ഞങ്ങൾ ഇതിലോട്ട് ഈ ഈവനിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഗോകുലം മൂവീസ് തേജ സജയായിട്ട് ചേർന്ന് ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ്. അതായത് നമ്മുടെ ഇവിടെ വന്ന ആദ്യ ചിത്രമായ ഹനുമാൻ ഗോകുലം മൂവീസ് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അത് അന്ന് കിട്ടിയ അപ്രിസിയേഷൻ യു വോണ്ട് ബിലീവ്. അന്ന് ഒരു ചെറിയ സ്ക്രീനിൽ വി സ്റ്റാർട്ടഡ് വിത്ത് 20 screens in Kerala and it went up to 112 screens. So that was a magic which happened to Hanuman. So we are expecting the same kind of appreciation for this movie also. And in this movie you have seen already, in this there is action is there, love is there, emotions are there, thrill is there, fantasy is there, myth is there. What else you want? For audience ella God is there, everything is God is there. So everything is a total mix of all emotions and content. So especially ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ പറയുകയാണെങ്കിൽ I have to especially mention the production banner, People Media Factory, especially TG വിശ്വപ്രസാദ് ഗാരു. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, അദ്ദേഹത്തിന് ഇതേപോലത്തെ ഒരു പടം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ഒരു വലിയൊരു മനസ്സുകൊണ്ടാണ് ഇതേപോലത്തെ ഒരു ചിത്രം ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. സോ വാട്ട് ഐ ഫീൽ ഈസ് ദിസ് മൂവി ഡെഫിനറ്റ്ലി വിൽ മീറ്റ് യുവർ എക്സ്പെക്ടേഷൻ. സോ ഈ ചിത്രം ഈ ഫ്രൈഡേ 20 സെപ്റ്റംബറിന് ഗോകുലം മൂവീസ് കേരളത്തിലെ എല്ലാ തിയേറ്ററിലും എത്തിക്കുകയാണ് വേൾഡ് വൈഡ് റിലീസിനൊപ്പം. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് മോർ ദാൻ 100 screens ഓപ്പണിംഗ് ഇൻ കേരള. So all I need is all media people support. So kindly do support us.
and I know Jayaraman also in a busy schedule, so I mean I'll over the mic to the MC to continue with the press meet. Thank you. Thank you. Thank you so much, sir, for your very kind words. So yes, now let us welcome onto the stage the man himself, the Super Yoda himself. എല്ലാവരും നിറഞ്ഞ ഒരു കൈയോടുകൂടി തന്നെ നമുക്ക് നമ്മളുടെ മലയാളം ഇൻഡസ്ട്രിയുടെ നമ്മളുടെ ഈ ഒരു പ്രൊമോഷൻ ഫ്രെറ്റേണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യാം. With lots of love and lots of admiration, the one and only Tejas Garu. Please join with us, please. Thank you so much for being here with us. Looking absolutely handsome as always. And yes, so and what would you love to say in Malayalam words to begin with? Thank you all media for being here today. Standing is good. Okay. Thank you all media for coming here today. I feel very very happy and privileged to be releasing our film in Malayalam. Now today watching here my film in Malayalam voice gives me a lot of pride and pleasure. We have always looked up to Malayalam films, Malayalam actors. All the Malayalam actors have been a great influence and inspiration for all of us. So today watching my film in their language is very 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 heartwarming for me. And first of all I would like to tell about Mirai. Mirai is an action, adventure, fantasy, emotion, elevation and devotion also. This is a film that caters to all age groups from kids to adults. It's a very very clean film. From the starting to ending you'll get to see a new world. It will be a great theatrical experience. There are very few films that will come every year that you have to watch only on the big screens for the experience. Luckily we had last week Loka, and we are coming up with Mirai now. I hope all of you come to theaters along with your whole families, kids, parents and everybody, and encourage us just like you have all encouraged me with open arms for Hanuman. You have considered us your own, so we have put in a lot of effort into making this film not only look like a Malayalam film but also feel like an authentic Malayalam film. We have put in a lot of effort from our side. And to talk about the star cast, we have Jairam sir. I'm really really privileged to be working with Jairam sir. He has such a huge body of work. He's a legend and is so simple, so down to earth. I'm really happy to be working with him. It was always fun on sets. We enjoyed a lot. I particularly enjoyed working with Jairam sir. This is not a easy film to make. We have shot in, me and Jairam sir particularly, all our sequences we have shot in very remote locations, in very difficult weather conditions. We have shot in Run of Kutch, we have shot in Himalayas, we have shot in Nepal, we have shot border of Pakistan. Border of Pakistan, all the places in minus 18 degrees Celsius. Okay, I have put in all this effort because it is my film, my face is there on it, but Jairam sir has nothing new to prove to the audiences, but he has done all of it just because he has believed in the story. He loved his character. He has put in a lot of effort for this. We are very very thankful to you, Jairam sir. I hope to be working with you in many more films soon, and also to Jagpati Babu sir, to Shreya Garu, to Manoj sir, everybody who's been part of this film. They have all contributed to a great extent in this film to make it look so big. We had many limitations in making this film, but our ambition was very very big. So our budgets might be limited, but our ambition was not limited. It is very very big. We have put in a lot of effort from our side to make this film look the way it is looking today. To meet, I can say we have achieved a good quality product. We will deliver some high moments, some new learnings from the film, some great thrilling sequences from the film. Do come to theaters on 12th September. All the Malayalam audience, this film is releasing in Malayalam and this film is releasing in Malayalam and Tamil in Kerala. Please do come to also Telugu. So please do come to theaters on 12th September with your whole family. We promise you a big world, a great experience, some action, adventure, fantasy and devotion.
Thank you everybody, thank you. Thank you so much, and for sure the success will also be unlimited. Godspeed. So, just before we invite Jainam sir onto the stage, so this is the second time that you are coming with a larger than life picture, right? Something that has got the itihas in it, something that has got like all those myths and all those big terms like dharma and all those things. So, how is it? Because like it is a fine line also. How was it working with all those big terms and all those larger than life pictures? It's actually very easy for me. God's grace, I don't know how, but I am always drawn towards fantasy films, and I think it's not coincidence, it's some divine force that is driving me. Otherwise, before the release of Hanuman only, I have committed to this film also, which has a connection with Lord Sri Ram. To get these films is not a small thing. I think there is some divine force that's supporting me, ma'am. Yeah. So may the guidance continue. All the best. Thank you. So yes, with that, നമുക്ക് നമ്മളുടെ ഈ വേദിയിലേക്ക് മിറായിയുടെ ഈ ഒരു കേരള പ്രസ് മീറ്റിന്റെ വേദിയിലേക്ക്, കേരള ലോഞ്ചിന്റെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി മലയാളികളുടെ സ്വന്തം ജയറാമേട്ടനെ സ്വാഗതം ചെയ്യാം. നമുക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ആ ഇൻട്രൊഡക്ഷനും ആ സ്നേഹവും എല്ലാം നമ്മൾ മലയാളികളുടെ ഓരോരുത്തരുടെയും നെഞ്ചിന്റെ അകത്തുണ്ട്. So with all the love that we all hold for him, let us welcome onto the stage the one and only Jayarametan. It's always a joy to be in your presence. Please join with us, sir. Thank you so much for being with us. So എന്താണ് സർ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വർഷമായിട്ട് സിനിമയിലെത്തി 37 വർഷമായിട്ട് എൻ്റെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും എന്നെ ഒരു കൈപിടിച്ച് എന്നെ ഫുൾ കൊണ്ടു നടത്തുന്ന എൻ്റെ എല്ലാ പ്രസ് മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം. ഞാൻ ഏകദേശം ഒരു 10-12 തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ട് ഇതുവരേക്കും. പക്ഷെ ഞാൻ ഒരു സിനിമയ്ക്കും ഇതുവരെ ഒരു പ്രൊമോഷന് വേണ്ടി പോയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ചെയ്ത ഫിലിം തൊട്ട് ഞാൻ പോയതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ലാസ്റ്റ് ഞാനൊരു പ്രൊമോഷന് വേണ്ടി വന്നത് ഒരു കന്നഡ മൂവിക്ക് വേണ്ടിയായിരുന്നു. ശിവരാജ് കുമാറിനോടൊപ്പം ശിവണ്ണയ്ക്കൊപ്പം വന്നൊരു ഇതായിരുന്നു. ഇത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ പ്രൊമോഷന് വേണ്ടി ഞാൻ വരാൻ തുടങ്ങുന്നത്. ഏറ്റവും ആദ്യം ഗോകുലം ഗോപാലേട്ടനുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ഗോകുലം ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് എത്രത്തോളം ക്വാളിറ്റിയുള്ള സിനിമ മാത്രമാണ് അത് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. രണ്ടാമത്തത് ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീനി, അദ്ദേഹം ഇതിനു മുമ്പൊരു സിനിമയുടെ ഡബക്ക എന്നുള്ള സിനിമയുടെ കാർത്തി വന്നിട്ട് ഇതിൻ്റെ ഒരു DOP ചെയ്യുന്ന സമയത്ത് അന്നാണ് ഇതിൻ്റെ മിറായിയുടെ കഥ എൻ്റെ അടുത്ത് പറയുന്നത്. അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാമറാമാൻ മാത്രമല്ല, ഒരു ഡയറക്ടറാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം തുടങ്ങുന്നൊരു സിനിമ കൂടിയായിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ, ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രം ആര് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ അത് ഞാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ അദ്ദേഹം കാർത്തി ഓരോ സീനിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടും എത്രമാത്രം അദ്ദേഹം ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു ഡയറക്ടറാണെന്നുള്ളത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം അതിനകത്തൊരു സീനിൽ ഞാൻ തേജയും കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന സ്ഥലത്ത് എടുക്കണം, ഒറ്റ ഷോട്ടേ ഉള്ളൂ, ഒറ്റ ഷോട്ട്. ആ ഒറ്റ ഷോട്ട് ഞങ്ങൾ ഗുജറാത്തിൽ ഇറങ്ങി 8 മണിക്കൂർ 10 മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് അവിടെ നിന്ന് പോയി പാകിസ്ഥാൻ്റെ ബോർഡറിൽ പോയി ഏകദേശം അവിടെ നിന്ന് രാവിലെ ഒറ്റ ഷോട്ട്. അത് അവിടെ തന്നെ, അത് വേണമെങ്കിൽ CGയിൽ ചെയ്യാം, പക്ഷെ അത് ഇല്ല, അത് അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനിൽ തന്നെ എടുക്കണം എന്നുള്ളത് ആ ഡയറക്ടറുടെ നിർബന്ധമായിരുന്നു അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി. അങ്ങനെ ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്തു. ഞങ്ങൾ നേപ്പാൾ, കാഠ്മണ്ഡു, ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ സിനിമയിൽ കാണാൻ സാധിക്കും. ബ്രില്യൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്, അതിഭയങ്കരമായിട്ടുള്ള മേക്കിംഗ് ആണ്. ഈ കാണുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഇരട്ടിയാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഒരു സിനിമയ്ക്ക്, നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം തേജ വന്നിട്ട് ഹനുമാൻ ചെയ്തിട്ട് 3 വർഷം, 3
3 years. 3 വർഷമായിട്ട് എത്രയോ ഓഫേഴ്സ് അദ്ദേഹത്തിനുണ്ടായിട്ടും ഒരു പടം പോലും ചെയ്യാതെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആക്ടറിൻ്റെ എത്രമാത്രം അതൊരു ഒരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാക്കി എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ചെയ്യുന്നത്. അത് വലിയൊരു അപ്രിഷിയേറ്റ് ആണ്, വലിയ കയ്യടി അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തത് അതിനൊരു ഈ സിനിമയുടെ പാർട്ടാവാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബിക്കോസ് ഓഫ് ഇതിൻ്റെ ഡയറക്ടർ അത്രത്തോളം ഇതാണ് അദ്ദേഹത്തോട്, അത്ര ഒരു ബ്രില്യൻ ഒരു ടെക്നീഷ്യനാണ് അദ്ദേഹം. പിന്നെ ബാക്കി എല്ലാവരും പീപ്പിൾ മീഡിയ ഫാക്ടറി നമുക്കറിയാം, ഏറ്റവും നല്ല സിനിമകൾ മാത്രം ഒരുപാട്. ഞാൻ ലാസ്റ്റ് ഫിലിം ധമാക്ക എന്നുള്ള സിനിമയിൽ രവി തേജയുടെ കൂടെ ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചാണ്, ദ സെയിം കമ്പനി. സോ വീണ്ടും സന്തോഷം തേജയുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഇനിയും ഫർദർ നിറയെ പടങ്ങൾ പണ്ണം മുടിയിട്ട് അല്ല ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ സീൻ എടുക്കുമ്പോൾ ഇത്ര ഒരു പേജ് തെലുങ്ക് ഡയലോഗാണ്. എനിക്ക് എന്തായാലും മുഴുവൻ കാണാപ്പടം പഠിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ഡയറക്ടറോട് പറഞ്ഞിട്ട് ഇവിടുന്ന് തുടങ്ങുമ്പോൾ തെലുങ്കായിരിക്കും, അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ ക്യാമറയിലേക്ക് ബാക്കി മുഴുവൻ മലയാളത്തിലാണ്. മിണ്ടരുത്, ഞാൻ പറയുന്നു മുഴുവൻ അത് ഒപ്പിച്ച് മലയാളം തമിഴ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും കാണാപ്പാടാണ് ഭാഗത്തിന് എല്ലാത്തിനും. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. തേജ, ഓൾ ദ വെരി ബെസ്റ്റ്. 12th നല്ല ന്യൂസോടെ താങ്ക് യു. Godspeed. Yes, please. My apologies, I missed mentioning our distribution company. I'm really thankful to Sri Gopalam Films for doing this. This is, as Sir said, this is our second time. I'm very thankful to them for giving me such a wide release and a great platform to stand in front of you all. I hope our collaboration continues for many more films and I become profitable to you, sir. Thank you for doing this, sir. ഗോകുലത്തിൻ്റെ തന്നെ ഞാനും മോനും ചേർന്ന് അഭിനയിക്കുന്ന സിനിമ നിങ്ങൾക്കറിയാം. അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കളമശ്ശേരി കഴിഞ്ഞ് കുറച്ച് സ്ഥലത്ത് അപ്പുറത്ത് മാറി നടന്നുകൊണ്ടിരിക്കുന്നു. 6 മണിക്ക് തിരിച്ച് ചെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഓടി വന്നത്. എന്തായാലും ഗോകുലത്തിൻ്റെ തന്നെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ അതിൻ്റെ ഭാഗമാകുകയും അവർ തന്നെ റിലീസ് ചെയ്യുന്ന ഒരു സിനിമ ഇറക്കിയിട്ട് ഒരു പ്രൊമോഷൻ വേണ്ടി വരാൻ പറ്റിയത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ജയറാമേട്ട ഒരു കാര്യം കൂടി ചോദിച്ചു. ഇപ്പൊ ജയറാമേട്ടൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു, വളരെ രസകരമായിട്ടുള്ള ഒരു നിമിഷത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ തെലുങ്കിന്റെ വരും മലയാളം സംസാരിക്കുന്നത്. സോ ജയറാമേട്ടൻ വരുമ്പോൾ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വാട്ട് ഈസ് ദ ഫണ്ണിയസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് ദ സെറ്റ് എന്നുള്ള ഒരു കാര്യത്തിന്. അപ്പം അത് ജയറാമേട്ടന്റെ വാക്കുകളിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഫണ്ണിയർ. സോ ക്യാൻ യു ജസ്റ്റ് നറേറ്റ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് ദ സെറ്റ്സ് ഓഫ് മിറ? സിനിമയുടെ തമാശകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നോട്ട് -18, മോർ ദാൻ ദാറ്റ്. 10-20-25 മൈനസ് ഉള്ള സമയത്ത് കാലത്ത് 6 മണിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് ഷോട്ടിന് പോവുകയും അപ്പൊ അദ്ദേഹത്തിന് ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ പറയാതെ നമ്മുടെ നാട്ടില് കഞ്ചാവ് എന്ന് പറയാൻ പറ്റില്ല, അതിന് വേറെന്തോ ഒരു സാധനം അവര് പൗച്ച് വലിക്കുന്നതാണ്. രാവിലെ കയ്യും കാലൊക്കെ നിവരണമെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ ലോക്കൽ വലിക്കുന്ന ഒരു സാധനമാണ്. എന്നാലും ഞങ്ങൾ 2 ലക്ഷം മനുഷ്യരാണ് ആരോഗ്യം എടുത്തത്, വീണ്ടെടുത്തത്. പിന്നെ ഈ മലയാളവും മറ്റ് ഭാഷകളും ചേർന്ന് പറയുന്ന തമാശകൾ എപ്പോഴും ഉണ്ടാവുന്നതാണ്, എല്ലാ സെറ്റുകളിലും ഉണ്ടാവുന്നതാണ്. മറ്റേ അലാ വൈകുണ്ഠപുരം നടക്കുമ്പോൾ അല്ലു അർജുൻ ഓരോ സീൻ കഴിയുമ്പോഴും മാറി പോയിരുന്നു ചിരിക്കുമായിരുന്നു. കാരണം ഞാൻ പല സ്ഥലത്തായിട്ട് പല ബോർഡുകളിലും മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് എവിടെയും വെക്കാൻ സ്ഥലമില്ലാതെ ചെറിയൊരു പേപ്പറിൽ അല്ലു അർജുൻ ഇവിടെ എഴുതി വെച്ചിരുന്നു. ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നോക്കി വായിച്ചു. അങ്ങനെ ഒരുപാട് തമാശകൾ ഇതിലുണ്ടായിട്ടുണ്ട്. Okay, so I guess we should open it for the press now. They can ask the questions, and in the meantime, can we please have the chairs arranged for Jayarametan and Tejas Sajja, please? Can you be seated, sir? Thank you. And yes, can we have the questions coming? നമ്മുടെ ചോദ്യങ്ങൾ വരട്ടെ. എവിടെ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം? തെലുങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്, കന്നഡയിൽ ആക്റ്റീവാണ്, തമിഴിൽ ആക്റ്റീവാണ്. ഈ ഓരോ സിനിമ കഴിയുന്നോറും അതിലൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടാവും. ഇതൊരു ഡിഫറെന്റ് വേൾഡ് ആണ്,
അഡ്വഞ്ചറസ് സിനിമയാണ്. അപ്പോൾ ജയറാമേട്ടന് ശരിക്കും എന്താ അതർ ലാംഗ്വേജസിൽ ഭയങ്കര ഫാസിനേറ്റ് ചെയ്യിക്കുന്നത്? അങ്ങനെയില്ല. എനിക്കിപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കിട്ടില്ല, തീർച്ചയായിട്ടും ചെയ്യാൻ കിട്ടില്ല. ഇനി അതങ്ങനെയാണ്. അത് ആ സിനിമയ്ക്ക് വേണ്ടി ഒരിക്കലും മലയാളത്തിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിക്കാനും സാധ്യതയില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു ആ ക്യാരക്ടർ. അത് ചെയ്തു, അത് നന്നായി എന്ന് ഡയറക്ടർ പറഞ്ഞു, നന്നായി എന്ന് കൂടെയുള്ള കോ ആർട്ടിസ്റ്റൊക്കെ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു എന്ന്. അപ്പോൾ അത് അവരുടെയൊക്കെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇതല്ലേ, വേറൊരു ഭാഷയിൽ പോയിട്ട് നമ്മൾ. അതെ. Biggest takeaway from Jairam? From Jairam sir, honestly I'm telling you, I have not come across somebody so humble. He for being such a big actor, he just travels alone. He does all his work by himself. He's okay to work along with us without vanity, without any comforts. He was, I'm not exaggerating, he was literally living in a tent in Run of Kutch on sand. He was sleeping with us along with us in that sand, being so simple after having done so much of work in the industry. That is something that we all have to learn from him. അല്ല, അത് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഒരു മരുഭൂമിയിൽ അങ്ങ് അറ്റത്ത് പാകിസ്ഥാന്റെ ബോർഡറാണ് അവിടെ കിടക്കാൻ അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. ഒരു ടെന്റ് മാത്രം, ഒരു ടെന്റിൽ ഭാഗത്ത് കൊണ്ട് ഒരു ടെന്റ് എനിക്ക് കിട്ടി, നിലത്തൊരു തുണി വിരിക്കുക, അവിടെ കിടക്കുക, നല്ല ഭയങ്കര തണുപ്പമാണ് രാത്രി. Teja, it's like all the movies, it's like breaking your comfort zone again and again. So is that something not actors will do for a very long time, breaking that comfort zone? So what is Mirai for you in that zone? Are you saying that I'm breaking my comfort zone or not? Breaking your comfort zone. Yeah, I am actually. I definitely want to give something new to the audience every time I deliver something, and I want to make something that is clean and audience should have an auditorium experience in the theaters. So for that, whatever effort we have to put in, however difficult it is for us, we are ready to do all of it. ജയറാമേട്ട, മറ്റ് ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്ന വലിയ വിജയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ലോക പോലൊരു സിനിമ ഇന്ത്യ മൊത്തം ചർച്ചയാവുന്നു. 42 വർഷത്തിന് ശേഷവും ഒരു സംവിധായകനും ഒരു നടനും ഹൃദയപൂർവ്വത്തിന് ശേഷം ലാലേട്ടനും സത്യനന്ദിക്കാടും ഒരുമിക്കും ആ സിനിമ വലിയ വിജയമാവുന്നു. അവിടെയൊക്കെ ഇത് ചർച്ചയാണ്. അവിടെയൊക്കെ ഒരു സ്റ്റാറിനെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലെ കാര്യങ്ങൾ വലിയൊരു പ്രതീക്ഷയോടെ, വലിയ എന്താ പറയുക, വലിയൊരു അത്ഭുതത്തോടുകൂടി പറയുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള ഒരു അഭിമാനം എത്രമാത്രമുണ്ട്? വളരെയധികം. ഏറ്റവും നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന കാര്യമില്ല. മറ്റു ഭാഷകളിൽ ചെല്ലുമ്പോൾ അവരെന്ത് റെസ്പെക്റ്റാണ് മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നത്. മലയാളത്തിലെ ഓരോ ചെറിയ അതിപ്പം മുതലല്ല കേട്ടോ, അത് ഞാൻ പണ്ട് മുതലേ ഞാൻ തമിഴ് സിനിമകളിൽ പണ്ട് തൊട്ടേ ഞാൻ അഭിനയിക്കുന്നതാണ്, എത്രയോ വർഷം മുമ്പ് അഭിനയിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ മണിരത്നം പോലെയുള്ള അല്ലെങ്കിൽ അന്നത്തെ വലിയ ഡയറക്ടേഴ്സൊക്കെ ഇവിടുത്തെ നമ്മുടെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ആക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഒരു മാമുക്കോയ, ഒരു ജഗദീഷ് ശ്രീ, അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം എത്ര വർഷം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമില്ല ഓരോ സ്ഥലത്തിലൊക്കെ. ഇതുവരെ ജയറാമേട്ടൻ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് തമിഴിലും തെലുങ്കിലും ഒക്കെ പോകുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പം റെട്രോയിലെ ആ ഡോക്ടർ വേഷമൊക്കെ ഒരിക്കലും ജയറാമേട്ടൻ മലയാളത്തിൽ ചിലപ്പോൾ അങ്ങനെ ആളെ വിഭാവനം ചെയ്യാൻ സാധ്യതയില്ല. ഇതിലിപ്പോൾ നോക്കുമ്പോൾ ഒരു മുനിവര്യനായിട്ടൊക്കെയാണ് തോന്നുന്നത്. അതാണോ ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? അങ്ങനെയില്ല. അത് സിനിമ കാണുമ്പോൾ പറഞ്ഞാൽ എൻ്റെ ഇത് കളയുന്നില്ല. അത് ഏറ്റവും ക്രൂഷ്യലായിട്ട് ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് സമയത്ത് മുഴുവൻ. അപ്പോൾ അത് അങ്ങനെ എന്താ പറയുക, അത് അത്ര നല്ലൊരു ക്യാരക്ടറാണ്. അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ചെയ്തപ്പോൾ. ഈ കോസ്റ്റ്യൂംസിലൊക്കെ ഇപ്പോൾ ഭീകര അപ്ഡേഷനാണ്. ഈ കാളിദാസിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്നതാണോ അതിന്റെ ഈ യൂത്ത്നെസിന്റെ കാരണം? അയ്യോ, അതില്ല. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇത് സാധാരണ ഷൂട്ടിങ്ങിന് ചുമ്മാ പോകുമ്പോൾ ഞാൻ കാലത്തിട്ടുകൊണ്ട് പോയതാണ്. അപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് വേറെ ഡ്രസ്സൊന്നും ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടോട്ട് വന്നതാണ്. വേറെ ഒന്നുമില്ല. ഈ മകളുടെ ഷൂട്ടിംഗ് സമയത്ത് നെസ്ലിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഒളിച്ചിരുന്ന് പഠിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. തേജയിൽ നിന്ന് എന്താ ഒളിച്ചിരുന്ന് പഠിച്ച കാര്യം? ഇവരുടെ കൂടെയൊക്കെ വർക്കിയപ്പോഴല്ലേ നമ്മൾ പുതിയ ഓരോന്നൊക്കെ പഠിക്കുന്നത്. എല്ലാം മാറി നിന്ന് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി പഠിക്കുക, അതാണ്. അല്ലാണ്ട് അവർ നമ്മുടെ നിന്നല്ല, നമ്മൾ അവരുടെ നിന്നല്ലേ പഠിക്കുന്നത്. ഇപ്പോൾ പുതിയ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാളിദാസനല്ലാതെ
പുതിയ കാളിദാസിൻ്റെ ഫ്രണ്ട്സായിട്ട് അതിനകത്ത് കുറേ പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ കാലത്ത് തൊട്ട് അവരുടെ കൂടെയാണ് ഇരിക്കുന്നത്. അവരുടെ സംസാരം, കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, നല്ല നമുക്കിപ്പോൾ അവരുടെ കൂടെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എന്നും പഴഞ്ചനായിട്ടിരിക്കില്ല. അതാണ് ജയറാമേട്ട. അതുപോലെ ഇപ്പോൾ ലോകമൊക്കെ ഇറങ്ങിയ സമയത്ത് തെലുങ്ക് അവർ തന്നെ പറയുന്നത് വെച്ചാൽ ഇത്ര ചെറിയ ബഡ്ജറ്റ് ഇത്ര ക്രിയേറ്റീവായിട്ട് സബ്ജക്റ്റ് എങ്ങനെ സാധിക്കുന്നത്. കാരണം അവരൊരു ചെറിയൊരു സോങ്ങിന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വലിയൊരു ബഡ്ജറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ജയറാമേട്ടൻ്റെ ഇത്രയും ലാംഗ്വേജിൽ പല സിറ്റികൾ പല ലൊക്കേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ക്രിയേറ്റീവായ കണ്ടന്റുകൾ വരുമ്പോൾ പഴയൊരു കാലത്തിൽ ആ ഒരു ഫീലിംഗ് വരുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഒരു 100 കോടി ബഡ്ജറ്റിൽ ഒരു സിനിമ എടുത്തിട്ട് അതിനൊരു 25 കോടിയുടെ വിഷ്വൽ എഫക്ട്സ് കൊണ്ടുവരാൻ പറ്റുന്നതിലും ഭയങ്കര വലിയ ലോക പോലത്തെ സിനിമയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു 30 കോടി ബഡ്ജറ്റ് എടുത്ത സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമ്മളെ കാണിക്കുന്ന ഇത്ര 100 കോടിക്ക് മുകളിലൊരു ബഡ്ജറ്റിൻ്റെ എഫക്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആ ടെക്നീഷ്യൻസിന് തന്നെ കൊടുക്കേണ്ട ഇതാണ്. അവർക്ക് 100% കൊടുക്കേണ്ട ഒരു കയ്യടി തന്നെയാണ്. അത് ഭയങ്കര മറ്റേ എല്ലാ ഭാഷകളൊന്നുമല്ല, ലോകം മുഴുവൻ അത് കണ്ടുപഠിക്കേണ്ടതാണ്. Teja, how difficult was it to perform against green screens since the story is so complex and you have to perform high octane action sequences also, but there is no real locations, there is no real people, so how difficult was that? And what's your take on the new wave of Malayalam cinema, the most recent happening, that is Loga? Sir, first of all that we have achieved in the film, all that you are watching on in the trailer or the teasers is actually live locations, sir. We didn't use any green screens. It's all live locations except for that creatures, except for that thing. That is what we were telling. We went to very difficult places to shoot all these things. All those were live locations. But shooting in live locations, in such locations, was more difficult than doing on a green mat, definitely. But yes, we wanted to deliver something that looks very real, something that is natural. So we went until there to achieve that kind of visual. That's one thing. And about your second question, the new wave of Malayalam cinema, we are all really very proud. I am particularly very happy being if I may say, a part of Indian superheroes. I am very happy that a new Indian superwoman is out there, and I wish someday all these superheroes will collaborate in one Indian film and make it a real big Indian film out there in the market. Minnal Murli, Loka, Hanuman, or Veda from Mirai, all these people should come together one day, and I hope an Avengers Endgame should happen. Yeah. What is your fixation with these supernatural films? What draws you towards these out-of-box thoughts? We know definitely there is a high risk involved because since it's a high concept film. So what is that fixation? What is actually driving you towards these subjects? Sir, doing new kind of films is not at all risk, sir. Doing the same thing is always a risk. So I particularly I think the child inside me is still alive, who dreams about the impossible things. So those are not possible in real life. So we are doing those in films, and also when I want to find stories which are relevant across age groups, which is clean and to deliver an auditorium experience, these are the kind of films that I'm finding. So yeah, that's about it. So speaking about Jairam sir's body of work, his first film Abaran is like a neo-noir Korean film. It speaks about two different men with their semblance, and one is a criminal and another is a small-time happy-go-lucky guy, and their life getting intertwined. So is there a favorite Jairam movie, or is there a favorite Jairam performance? Sir, for me, for me, I'll be very honest, sir. For me, Jairam sir is our Telugu actor. For us, we own him so much. So we love him in Ala Vaikuntapuramlo. We love him from Dhamaka. And I'm telling you, everybody across India will have. I want to say that I'm just okay. Everybody in India will feel goosebumps for Jairam sir's dialogues or for his performance in this film.
after this releases, that this will be my most favorite performance of Jairam sir. ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ജനമേട്ട. ജനമേട്ട അതുதான் நான் உனக்கு கொடுக்கும் மிராய். ജനമേട്ട ഈ ഓസ്കറിന്റെ സമയത്ത് ഒരു ഉറപ്പ് പറഞ്ഞിരുന്നു, ഇനി വിജയിക്കുന്ന സിനിമകളുടെ ഭാഗമാവാനേ ഞാൻ ശ്രമിക്കുമെന്ന്. ഗോകുലത്തിന്റെ പടം കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ ഉറപ്പ് കുറച്ചും കൂടി അതിന്റെ ഉറപ്പിന് സാധ്യത കൂടുകയാണ്. എത്രമാത്രം പ്രതീക്ഷിക്കാം 1000 ആശകളിൽ? അതൊരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ഒരു റിവൈസ്ഡ് വേർഷൻ ആയിരിക്കും ശരിക്കും? നമുക്ക് പറയാൻ പറ്റും, ഒരു സിനിമ ഒരിക്കലും പറയാൻ പറ്റില്ല. നന്നാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഓസ്കർ കഴിഞ്ഞിട്ടൊരു 1.5 വർഷം വെയിറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടായിരുന്നു, നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. നന്നായിട്ട് വരുന്നുണ്ട്. ഓരോ സീനും വളരെ എല്ലാവരും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് തിയേറ്റർ കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ, തീർച്ചയായിട്ടും 100%. ഇനി എന്തായാലും 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ വളരെ ഇതായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഫോർ കാന്താര 2. Yes, sir. After Hanuman, you take a break for 3 years around for this film. No. We made this film for 2.5 years, sir. But Hanuman released in 2024 January, so I can say about 1.5 years. Yeah. Anyway, some people say some characters choose them. Others say they choose their characters. How about Mira's character for you? Not Mirai, sir. My entire journey, I think the characters in the universe has chosen me. This is not my doing. I think there is a greater power that's driving me and supporting me in this journey. This is not my doing, sir. Yeah. Excuse me, we only have time for 2 more questions. So yes, നമുക്ക് നമ്മുടെ അവസാനത്തെ 2 ചോദ്യങ്ങളിലേക്ക് കിടക്കാം. Please shoot. ഇത് ശരിക്കും എത്ര ഭാഷയിലുണ്ട്? ഇതിപ്പോൾ ബോർഡ് കാണുമ്പോഴേ ചില ഭാഷകളൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പം ശരിക്കും എത്ര ഭാഷ? ചൈനയിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ പടം ഇത് മലയാളവും തമിഴും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. 7 languages I heard. Chinese and Bengali is also there. Yes, sir. First phase we are releasing in all Indian languages, and just like we have done with Hanuman, we are also trying to release it in international languages after the first phase of release. Sir, Tejas, I hope you are aware of this pan-Indian. Here, sir. I hope you are aware of this pan-Indian bandwagon where we rob each actors from each industries and make a film. And unfortunately, because of high expectations, that movie won't work. That's been a scenario for many high expected movies. So when it comes to Mirai, how did you make it culturally specific and appeal universally? What's that confidence? Who are the pan-Indian actors in this film, sir, that we have picked from other languages? No. I'm not talking in terms of Mirai. Other examples, sir. This is, sir, I'll be very clear. This is a film that we have made in Telugu with Telugu sensibilities, and the story is relevant across India. So when we see audience love for our content, definitely we want to release it in other languages. But to make a pan-Indian film is not our goal, sir. That is not a goal. We have made it in Telugu with Telugu sensibilities, with our understanding towards cinema. When people are interested from the trailers or teasers, when we see audience interest, that is when we are trying to release. And moreover, if you think we have gotten Jairam sir because he is known in Tamil or in Malayalam, that is wrong, sir. He is our actor from Telugu. Jagapati Babu sir is our actor from Telugu. Shriya ma'am has started her career in Telugu, and all the actors in this film have predominantly worked in Telugu first. So I think there should be no more discussion about pan-Indian films, because today Loka has been our film. Today Dulquer sir has been our hero. He's been doing multiple films in Telugu. So we all cherish them. I love Tovino sir's work. Every film of Tovino sir's we watch it. So I think there are no more language barriers. Let's not use this word pan-India anymore. Let's call it Indian films, and let's make films that are relevant across India. That's it. താങ്ക് യു. ഞങ്ങളുടെ ആളാണ്, തെലുങ്കിന്റെ ആളാണെന്ന് പറഞ്ഞില്ലേ, അതാണ്. എല്ലാം സൂപ്പർ ഹീറോസ് ആയി. മമ്മൂക്കാണെങ്കിൽ മൂത്തോല് ലോകയില് മൂത്തോൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ജയറാമേട്ടൻ ഏത് ഇതാണ് എടുക്കാൻ പോകുന്നത്? അറിയില്ല, വരുന്നുണ്ട്. ഒരു ഈ ചെയ്യുന്ന സിനിമ അല്ലാതെ മലയാളത്തിൽ 2-3 പ്രോജക്റ്റുകളൂടി ഈ വർഷം തുടങ്ങും ലാസ്റ്റിനുള്ളിൽ.
ഞാനത് സൂപ്പർ ഹീറോസ് ഒന്നും എനിക്ക് ചേരാത്തല്ലേ. നമുക്ക് ചേരുന്നത് അങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്നതല്ലേ നല്ലത്. Sir, you're already superhero, no, sir. Why do you want to do another film? Thank you, everybody, media, for coming here, for supporting us, and for receiving us with this pure heart. We thank you a lot. Not just media, all the Malayalam audience. Thank you from bottom of my heart. Thank you.